പലസ്തീൻ ജനതയ്ക്കുള്ള പിന്തുണ തുടരുമെന്ന് വ്യക്തമാക്കി UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം. ദുബായിൽ ആരംഭിച്ച അറബ് സ്ട്രാറ്റജിക് ഫോറം 2024 പങ്കെടുത്ത ശേഷം എക്സിലൂടെയാണ് ഇക്കാര്യം അദ്ദേഹം വ്യക്തമാക്കിയത്. ഭാവിയെ കെട്ടിപ്പടുക്കുന്നതിന് മേഖലയിലെ പ്രതിസന്ധികൾ പരിഹരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പുതുവർഷത്തിൽ മേഖലയുടെ സാമ്പത്തിക രാഷ്ട്രീയ ഭാവിയെ മുൻകൂട്ടി കാണുകയാണ് അറബ് സ്ട്രാറ്റജിക് ഫോറം ലക്ഷ്യം വെക്കുന്നത്. നമ്മുടെ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും പരിശ്രമങ്ങൾ ഏകീകരിക്കുകയും വിവിധ വിഭാഗങ്ങളുമായി സഹകരണത്തിന്റെ പാലങ്ങൾ നിർമ്മിക്കുകയും വേണമെന്ന് ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞു. തുടർന്നാണ് ഫലസ്തീൻ വിഷയത്തിൽ വ്യക്തമായ നിലപാട് അദ്ദേഹം കുറിച്ചത്. ഫലസ്തീൻ പ്രശ്നം അറബിയുടെയും മുസ്ലിമിന്റെയും ശരിയായ ധാർമ്മിക മൂല്യങ്ങൾ സൂക്ഷിക്കുന്ന എല്ലാവരുടെയും മനസ്സാക്ഷിയിൽ നിലനിൽക്കും. സമാധാനത്തിനു വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് സഹോദരങ്ങളായ ഫലസ്തീനി ജനതയ്ക്ക് വേണ്ടിയുള്ള പിന്തുണ തുടരുകയും ചെയ്യുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. യുദ്ധം ആരംഭിച്ച ഒക്ടോബർ മുതൽ ഗസയിലെ ജനങ്ങളെ സഹായിക്കുന്നതിനു വേണ്ടി വിവിധ പദ്ധതികൾ UAE നടപ്പാക്കി വരുന്നുണ്ട്. ഇതിനകം 150ഓളം വിമാനങ്ങളിലായി ടൺ കണക്കിന് ഭക്ഷണവും മെഡിക്കൽ റിലീഫ് വസ്തുക്കളും അടക്കം ഗസയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഗാലന്റ് നൈറ്റ് 3 എന്ന് പേരിട്ട ജീവകാരുണ്യ ഓപ്പറേഷന്റെ ഭാഗമായി ഗസയിൽ ഫീൽഡ് ആശുപത്രിയും കടൽവെള്ള ശുദ്ധീകരണ പ്ലാന്റുകളും ഒരുക്കിയിട്ടുണ്ട്. മീഡിയ 1 ദുബായ്.